കഴിഞ്ഞ 2014 മുതൽ നമ്മുടെ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശശി തരൂർ അദ്ദേഹം കഴിഞ്ഞ 15 വർഷം തുടർച്ചയായിട്ട് ജയിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പോലും അദ്ദേഹം ആ 2014 പറഞ്ഞത് നമ്മുടെ ഈ തിരുവനന്തപുരത്തെ ബാഴ്സലോണ നഗരമായി അതേപോലെ രണ്ടാമത് ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നാളിതുവരെ അദ്ദേഹം അതിനുവേണ്ടിയുള്ള ഒരു ഇഞ്ച് പോലും അദ്ദേഹം സ്റ്റെപ്പ് എടുത്തിട്ടില്ല. മാത്രമല്ല ഈ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് കഴിഞ്ഞ 15 വർഷവും ഒരു പ്രവർത്തനം, ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു വികസനവും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഇവിടുത്തെ റെയിൽവേ വികസനം ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും അദ്ദേഹം റെയിൽവേ വികസന കമ്മിറ്റിയിൽ കൂടിയുള്ള അദ്ദേഹമാണ്. ഇവിടുത്തെ ഒരു കമ്മിറ്റി പോലും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് അതായത് തിരുവനന്തപുരം സിറ്റി കഴിഞ്ഞാൽ സൗത്ത് പോർഷൻ വരുന്ന ഈ ഭാഗത്ത് റെയിൽവേ വികസനം വളരെ അവഗണനയിലാണ്. രണ്ടാമത് BJPയുടെ പ്രതിനിധി നിങ്ങൾ എല്ലാ വർഷവും പറയുന്ന ഒരു വികസനമാണ് എയിംസ് കള്ളിക്കാട് പഞ്ചായത്തിൽ കൊണ്ടുവരുമെന്ന് നിങ്ങൾ കഴിഞ്ഞ വർഷവും വാഗ്ദാനം ചെയ്തു. പക്ഷെ നാളെ ഇതുവരെ നിങ്ങൾക്ക് അത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ പല വാഗ്ദാനങ്ങളും കോൺഗ്രസും BJPയും ഈ തിരുവനന്തപുരത്തെ ജനങ്ങളെ നിങ്ങൾ വാഗ്ദാനം കൊണ്ട് കഴിഞ്ഞ 15 വർഷവും വാഗ്ദാനം കൊണ്ട് നിങ്ങൾ ഒരു വാഗ്ദാനം പോലും നിങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ മാപ്പ് പറയാൻ കഴിയുമോ? അല്ലേ, ഇടതുപക്ഷത്തിന് എംപിമാരുണ്ടായിരുന്നു കേട്ടോ തിരുവനന്തപുരത്ത് നേരത്തെ. ഇടതുപക്ഷത്തിന് ചോദിച്ചതിനെല്ലാം മറുപടി നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹം അപ്പോൾ താമസിച്ചു വന്നുകൊണ്ടായിരിക്കും അദ്ദേഹം മനസ്സിലാക്കാത്തത്. പാറശാല മുതൽ തിരുവനന്തപുരം വരെയുള്ള റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്രിന്റ് ചെയ്ത് നിങ്ങളുടെ അടക്കമുള്ള വീടുകളിൽ എത്തിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. എത്ര കോടി രൂപയുടെ വികസനം നടത്തുന്നുള്ളത് കൃത്യമായ കണക്ക്. ഞാൻ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. ഇവിടെ ഇപ്പോൾ മത്സരിക്കുന്ന ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, അദ്ദേഹം ഇവിടെ MP ആയിരുന്നതാണല്ലോ ഒരു കാലഘട്ടത്തിൽ, അദ്ദേഹം ഇവിടെ ഉപേക്ഷിച്ച് പോയതാണല്ലോ. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വികസന പ്രവർത്തനത്തെക്കുറിച്ച് ഈ തിരുവനന്തപുരത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അതോടൊപ്പം ഇവിടെ മത്സരിക്കുന്ന വേറെ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രിയുണ്ട്. അദ്ദേഹം അവിടെ ഇരിക്കെ അദ്ദേഹം 2.5 വർഷം കേന്ദ്രമന്ത്രിയായിരുന്നു. 2.5 വർഷം കേന്ദ്രമന്ത്രിയായിരുന്ന ആൾ ഇപ്പോൾ വികസനത്തെ കുറിച്ച് നിങ്ങൾ ഈ BJPക്കെതിരെ പറയുമ്പോൾ എന്തിനാണ് അസ്വസ്ഥരാണ്? ഇയാളെ BJPയുടെ ഏജന്റ് ആണോ? അവിടെ ഇരിക്കെ BJPയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാവുന്നത്? ഈ കേന്ദ്രമന്ത്രി 2.5 വർഷക്കാലം കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വികസനം നടത്തിയിട്ടുണ്ടോ? പോട്ടെ, അദ്ദേഹം കർണാടകയിൽ നിന്നാണല്ലോ രാജ്യസഭയിൽ എത്തിയത്. അദ്ദേഹം 2 തവണ ആയത് ദേവഗൌഡയുടെ പാർട്ടിയിലാണ്. കഴിഞ്ഞ തവണ മാത്രമാണ് BJPയിലേക്ക് ചേർന്ന് BJPയുടെ രാജ്യസഭ അംഗം. കർണാടകയിൽ അദ്ദേഹം എന്തെങ്കിലും വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? ഇപ്പൊ പറയുന്നത് വികസനത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ ഈ നാടിന് വേണ്ടി ഒരു വികസനവും ചെയ്യാത്ത ആളുകൾ ഇവിടെ വന്ന് വികസനത്തെ കുറിച്ച് സംസാരിക്കുന്നത് വെറുതെ അർത്ഥമില്ലാത്ത അതര വ്യായാമമാണ്. ഇതിനെക്കുറിച്ച് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ വികസനം, തിരുവനന്തപുരം നഗര വികസനത്തെ കുറിച്ച്, ഇവിടെ ഈ ഇങ്ങേറ്റം പാറശാല മുതൽ നടത്തിയിട്ടുള്ള വികസനത്തെ കുറിച്ച് ഞാനിവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വീണ്ടും ഞങ്ങൾ ചർച്ച ചെയ്യും. അതൊക്കെ ഞങ്ങൾ പ്രിന്റ് ചെയ്ത് തന്നെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. സജിത്തെ, ഒരു കാര്യം പറയാം. നിങ്ങൾ എയിംസിനെ കുറിച്ച് പറഞ്ഞു. 2014 മുമ്പ് എത്ര എയിംസ് ഉണ്ടായിരുന്നു? 2014 ശേഷം ഭാരതത്തിലൊട്ടാകെ എത്ര എയിംസ്? കള്ളിക്കാട് പോയിട്ട്, കള്ളിക്കാടോ കുന്നത്തുവര എവിടെയാണോ ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കണമെന്ന് കേന്ദ്രം പലതവണ ആവശ്യപ്പെട്ടു. എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി കൊടുക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? എയിംസ് കൊണ്ടുവരാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം സാധിച്ചിട്ടുണ്ടോ? ജയിലിന്റെ സ്ഥലം അതിന് ആണെന്ന് ശശി തരൂർ കത്ത് കൊടുത്തിട്ടുണ്ട്. നെട്ടുകാൽത്തേരി MP കത്ത് കൊടുത്തിട്ടുണ്ട്. എയിംസ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അനുവദിക്കേ, കേരളത്തിലെ ഗവൺമെന്റ് 3 സ്ഥലം കണ്ടെത്തി കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് കോഴിക്കോടേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കോഴിക്കോട് ചോദിക്കാനായിട്ടുള്ളത് എന്റെ സുഹൃത്ത് വികസനത്തെ സംബന്ധിച്ച് പറഞ്ഞു. 15 വർഷക്കാലം ശശി തരൂർ ചെയ്ത വികസനമാണ് വികസനം. പന്ന്യൻ രവീന്ദ്രൻ എന്ത് ചെയ്തു? 15 വർഷം എന്നുള്ളതല്ല, ഒരു വർഷമാണോ ആ വികസനം? ആ വർഷം ചെയ്യാൻ കഴിയുന്നതാണ് പ്രധാനം. പന്ന്യൻ രവീന്ദ്രൻ 3 വർഷവും 4 മാസവുമാണ് MP ആയിരുന്നത്. കേരളത്തിൽ ഇന്റർനാഷണൽ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി MPക്ക് കഴിഞ്ഞു. ഐസറും IASSTയും നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? അത് കൊണ്ടുവന്നത് കാലത്താണ്. ഇവിടെയാണോ? രാജീവ് ഗാന്ധി പാർലമെന്റ് ചുമ്മാ പറഞ്ഞിട്ട് കാര്യം. തിരുവനന്തപുരത്തിന്റെ MP എന്ന നിലയിൽ ഇടപെട്ടതിന്റെ ഭാഗമായിട്ടാണ് പന്ന്യൻ രവീന്ദ്രൻ. തിരുവനന്തപുരത്ത് ഐസർ ഉണ്ടോ?
തിരുവനന്തപുരത്ത് ഐസർ ഉണ്ടോ? ആറ്റിങ്ങൽ പാർലമെന്റ് ഐസുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോകാത്തത് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? 200 കോടി രൂപയാണ് ആ ഘട്ടത്തിൽ 2008 കാലഘട്ടത്തിൽ MP ഇടപെട്ടതിന്റെ ഭാഗമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടുവന്നത് 200 കോടി രൂപയാണ്. മാത്രമാണോ രാജീവ് ഗാന്ധി സയൻസ് ആൻഡ് ടെക്നോളജി കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് എപ്പോഴാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കാർത്തികയുടെ കാലഘട്ടത്തിൽ തുടങ്ങി. അത് കേന്ദ്ര ഗവൺമെന്റ് സ്വകാര്യ സ്വത്തായിരുന്നു. അത് ഇന്ത്യൻ ഗവൺമെന്റ് ഭാഗമാക്കുന്നത് പന്ന്യൻ രവീന്ദ്രന്റെ ഇടപെടലിന്റെ ഭാഗമായി. ആര് പറഞ്ഞു? എനിക്കൊരു ചോദ്യം. എയിംസിന് സ്ഥലം എടുത്തു കൊടുത്താൽ കഴിയുമെന്നാണ്. കൊല്ലൈ പഞ്ചായത്തിൽ സ്ഥലം എടുത്തു തരാം, എയിംസ് കൊണ്ടുവരാൻ കഴിയും. ഒരു കാര്യം, കൊല്ലൈ പഞ്ചായത്ത് സ്ഥലം എടുത്ത് കൊടുത്തിട്ടുണ്ടോ സുഹൃത്തെ? സ്ഥലം എടുത്ത് കൊടുത്തിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. കൊല്ലൈ പഞ്ചായത്തിൽ സ്ഥലം എടുക്കാൻ തയ്യാറാവണം. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ഒന്ന് ചോദിക്കാൻ വിടും. വെറുതെ എന്തിനാ നമ്മൾ അടുത്തുള്ളത്? പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ 3.5 വർഷം ഉണ്ടായിരുന്നു. അദ്ദേഹം 2005 കൊച്ചുവേളി റെയിൽവേ ടെർമിനലിന് വേണ്ടി ഇടപെടൽ നടത്തി വന്നു. 2007 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് അത് തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ടു. അന്ന് അദ്ദേഹം MP ആയിരുന്നു. 2007 രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി കേന്ദ്രം ഏറ്റെടുത്തു. അദ്ദേഹം MP ആയിരുന്നു. അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ രാജ്യാന്തരത്തെ 3ാമത്തെ ഹാങ്ങർ ടെർമിനൽ കൊണ്ടുവന്നു. എല്ലാം തെളിവാണ്. അദ്ദേഹം എപ്പോഴും എനിക്ക് പറയാനുള്ളത് ഒരു MP അദ്ദേഹത്തിന്റെ ഇടപെടലും അതിന്റെ ഭാഗമായിട്ടുണ്ട്. ശശി തരൂര് എന്ത് ഇടപെടൽ നടത്തി? ശശി തരൂരിന്റെ ആസ്തി എത്രയാണ്? അതുപോലെ തന്നെ രാജീവ് വെബ്സൈറ്റ് പരിശോധിച്ചാൽ കാണാം. എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ MP-മാരെല്ലാം അവരുടെ രാജീവ് ചന്ദ്രശേഖർ ആസ്തി എത്രയാണ്? ആസ്തി പരിശോധിച്ചാൽ മതി. മറുപടി വല്ലതും ഉണ്ടോ? ഇല്ല, മറുപടി ഇല്ല. ഓക്കെ. കഴിഞ്ഞ 5 വർഷം ശശി തരൂർ തിരുവനന്തപുരം നഗരത്തിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു? ഞാൻ ശശി തരൂർ MP-യുടെ ഓഫീസിൽ പലതവണ പോയിട്ട് ശശി തരൂർ MP-യെ കാണാൻ കഴിഞ്ഞില്ല. അവർ പറയുന്നത് MP ഡൽഹിയിലാണെന്ന്. അദ്ദേഹം 30-ലധികം സ്വകാര്യ ബില്ലുകൾ പാർലമെന്റ് അവതരിപ്പിച്ചു. പങ്കെടുത്തു. ഇതൊക്കെ തത്വമല്ലേ? പാർലമെന്റ് രേഖകൾ പരിശോധിക്കുക. പാർലമെന്റിൽ ഈ തിരുവനന്തപുരത്തിന്റെ ശബ്ദം മുഴങ്ങാൻ, തിരുവനന്തപുരത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി അദ്ദേഹം പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ ഫാസിസ്റ്റ് ശക്തികളെ അദ്ദേഹം പാർലമെന്റ് നഖശികാന്ന് തീർത്തിട്ടുണ്ട്. ഡൽഹിയിൽ കഴിഞ്ഞ 6 മാസം മുമ്പേ പോയ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ പ്രിയ സുഹൃത്ത്